ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരുവിധം ആൾക്കാർക്ക് നല്ലൊരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പഴയ പത്തിരി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ തലേന്ന് ഉണ്ടാക്കി വെച്ച പത്തിരി ബാക്കി വന്നു കഴിഞ്ഞാൽ ആ ഒരു പത്തിരി സാധനം നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. പിറ്റത്തെ ദിവസം ആകുന്ന സമയത്ത് ചൂടാക്കുന്ന സമയത്ത് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പത്തിരിയിൽ തന്നെ നല്ല ഫ്രഷ് ആക്കി എടുത്ത് വെക്കാനുള്ളൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എത്ര ദിവസത്തെ പഴക്കമുള്ള പത്തിരി ആയാലും ഒന്ന് ഫ്രിഡ്ജിലെടുത്തിട്ട് കേടാവാണ്ട് എടുത്ത് വെച്ച പത്തിരിയാണ്. കേടാവില്ല, സാധാരണ അത് നല്ല ഡ്രൈ ആയിട്ട് വരികയല്ലേ ചെയ്യുക. അപ്പോൾ അതിനൊന്ന് നന്നാക്കി ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ പത്തിരി ഉണ്ടാക്കേണ്ടതെന്നുള്ള ആ ഒരു അളവുണ്ടാവില്ല, എത്ര കപ്പ് വെള്ളം വേണം. സാധാരണ ഒരു പത്തിരിക്ക് ആ സെയിം അളവിലാണല്ലോ കപ്പ് വെള്ളം എടുക്കുക. സാധാരണ വറുത്ത പൊടിയൊക്കെ ആണെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചും കൂടി വെള്ളം കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് സാധാരണ നിങ്ങൾ ദിവസം വീട്ടിൽ എത്ര കപ്പ് പൊടിയാണോ എടുക്കുന്നത് അതിൻ്റെ ആ ലെവലിൽ വെള്ളം എടുക്കാം. അപ്പോൾ സാധാരണ 2-3 ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ 1 കപ്പ് വെള്ളമൊക്കെ മതിയാവുമല്ലോ. അപ്പോൾ 1 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് പഴയ പത്തിരി കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അധികം ഉണ്ടാവാൻ പാടില്ല, ഒരു പകുതി ലെവലിലേ ഇടാൻ പാടുള്ളൂ. കാരണം അതിലൊന്ന് ലയിച്ച് ചേർന്ന് ലാസ്റ്റ് നമുക്കതിലോട്ട് പൊടിയും കൂടി ഇടാനുള്ള ഒരു സ്പേസ് വേണം. അപ്പോൾ ഒരു 3-4 പത്തിരിയൊക്കെ അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരുപാട് പത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ച് പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. അഥവാ ഇനി കുറേ പത്തിരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. കാരണം അത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുക ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പത്തിരിയൊക്കെ ഇതിലിടുമ്പോൾ ആ വെള്ളമൊക്കെ നല്ല പോലെ പത്തിരിയിലോട്ട് ഇങ്ങോട്ട് ചേർന്നിട്ട് വരും. അപ്പോൾ ഇത് വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ ഞാനതിലോട്ട് ഇടുന്നുണ്ട്. കാരണം ഈ പത്തിരി ഒന്ന് വെന്തിട്ട് ആ വെള്ളത്തിലോട്ട് പൊടി കലക്കിയ പോലെ അങ്ങോട്ട് ലയിച്ച് തീരും, നല്ല തീരും. അപ്പോൾ ഇനി അഥവാ ഇനിയിപ്പോൾ ഒന്നും കൂടി നല്ല ഇപ്പോൾ ഇതിപ്പോൾ ഒരു 3 ദിവസത്തെ പഴക്കമുള്ള പത്തിരി കേട്ടോ. അപ്പോൾ ആ ഒരു പത്തിരിനെ ഒന്ന് ലയിച്ച് ചേരാൻ കുറച്ചൊന്ന് ഇളക്കിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ തലേന്നത്തെ പത്തിരി നമുക്ക് വേണമെങ്കിൽ ആവിയിൽ പുട്ടുംകുറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവി പാത്രത്തിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിൽ നിന്നും പിടുത്തം വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ കഴിക്കാൻ കഴിയൂല എന്നുള്ളവർക്ക് നമുക്ക് ഫ്രഷാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇതിലോട്ടിട്ട് നല്ലപോലെ അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ പീസൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ നിന്ന് അലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പത്തിരി പൊടി ഇട്ടിട്ട് നല്ലപോലെ കുഴക്കുന്ന സമയത്ത് അത് അതിലങ്ങോട്ട് മിക്സായി പോകും. അത് വലിയ കുഴപ്പമൊന്നുമില്ല, പത്തിരി പൊള്ളി വരാനോ അല്ലെങ്കിൽ അങ്ങനെ വരുമൊന്നുമില്ല. പക്ഷേ ഇതിന് മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇതിലോട്ട് ഇനി പൊടി വരുമ്പോൾ ആ പൊടീനെ കറക്റ്റ് ലെവലിലോട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, പൊടി ഇട്ട് കൊടുക്കാം. പൊടിക്ക് പ്രത്യേകിച്ച് അളവില്ല, കാരണം മുകളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ഏകദേശം ലെവലിൽ പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ ലെവലാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മൂടി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കും. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിലോട്ട് പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പത്തിരി നല്ലപോലെ വേവും. ആ പൊടി വേവുന്നതാണ് ശരിക്ക് പത്തിരി നല്ല രീതിയിൽ ഉണ്ടാവുക. കാരണം കറക്റ്റ് വെന്ത പൊടി കൊണ്ടേ നമുക്ക് നല്ലപോലെ കുഴക്കാനും കറക്റ്റ് ലെവലിൽ നമുക്ക് പരത്തിയെടുക്കാനും മടക്കുന്ന സമയത്ത് പൊട്ടാണ്ടിരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് കിട്ടാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇതിങ്ങനെ മൂടി വെക്കുന്നത് ഈ ഒരു ടൈം ഞാൻ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു കറക്റ്റ് ടൈം ഒരു 30 സെക്കൻഡ് അങ്ങനെ എന്തോ മൂടി വെക്കുന്നുള്ളൂ. ആ ഒരു വെള്ളം അതിലുള്ള മാക്സിമം പൊടിയിലോട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പത്തിരി ഇട്ടതല്ലേ, അപ്പോൾ പത്തിരി നല്ലപോലെ അതിൽ ലയിച്ച് ചേരുമ്പം അതിൻ്റെ പൊടി ആ ഒരു പത്തിരിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ആവാനൊരു ടൈം എടുക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നല്ലപോലെ വേവിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നന്നാക്കി ഇളക്കണം, എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പൊടി കയറി പോവുള്ളൂ. അപ്പോൾ തൊടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ അലിഞ്ഞ് നിൽക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഏകദേശം ആയി നമുക്കൊരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ, അപ്പോൾ നിർത്തി വെക്കാം. പിന്നെ അടിയിൽ കരിയാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തട്ടിലോട്ട് ഇട്ടിട്ട് നന്നാക്കി ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കാം. പക്ഷേ ഇതിലേക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ടി വരില്ല കേട്ടോ, കാരണം നല്ല സോഫ്റ്റായിരിക്കും ഇത് പിന്നെ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഒരു ഉരുളകളൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണ നമ്മുടെ പ്രസ്സിലോട്ട് തേച്ചതിൻ്റെ ശേഷമാണ് അമർത്തി കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് നല്ല വലുപ്പം വെക്കും.
അപ്പോൾ അതിനും വേണ്ടിയാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത്. നമ്മൾ ഈ പത്തിരി മാവ് കുഴക്കുന്ന സമയത്തും കുറച്ച് വെളിച്ചെണ്ണ ആക്കും കേട്ടോ, കാരണം ആ ഒരു പത്തിരി കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ. ഇത് പിന്നെ പ്രസ്സിൽ കുറച്ചും കൂടി ഒന്ന് വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനൊന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നതാണ്. അടുത്ത് പിന്നെ പ്രസ്സിൽ അമർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ പൊടി താഴെ ഭാഗത്തുള്ള നല്ല തട്ടി കളയണം. അല്ലെങ്കിൽ നമ്മൾ ചുടുന്ന സമയത്ത് ആ പൊടി ഒരു പത്തിരിയുടെ മുകളിലൊക്കെ നല്ലപോലെ ഉണ്ടായിട്ട് പത്തിരി കാണാൻ വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ആ പത്തിരി ചുടുന്ന സമയത്ത് ഏത് പാത്രത്തിലാണോ നമ്മൾ ചുടുന്നത്, പത്തിരി കല്ലിലൊക്കെയാണ് ചുടുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആ ഒരു പൊടി മാത്രം കരിഞ്ഞിട്ട് പത്തിരി പെട്ടെന്ന് കരിയാനും അതിൻ്റെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ മങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ് ഈ പൊടി അധികം ഉണ്ടായാൽ. അപ്പോൾ ഏറ്റവും വൃത്തി ഇങ്ങനെ തട്ടിയിട്ട് ഒരു ഭാഗം മാത്രം നമ്മൾ ചെയ്താൽ മതി, രണ്ട് ഭാഗത്തും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അത് താഴത്തത് മുകളിലാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഒട്ടി കിടിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുകളിൽ പത്തിരിക്കല്ല് വെച്ചതിൻ്റെ ശേഷം ഞാൻ ഫസ്റ്റ് ഒന്ന് സെൻറ്ററിലിട്ടിട്ട് വേവിച്ചെടുക്കും. കാരണം എന്താ വെച്ചാൽ സെൻറ്റർ പോർഷനാണല്ലോ ആദ്യം ചൂടാവുക. അപ്പോൾ സെൻറ്ററിൽ ഒന്നിട്ടിട്ട് ഒന്ന് തീരുമാനമാക്കിയെടുക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ചൂടിന ഏത് പത്തിരിയും പെട്ടെന്ന് ഒന്ന് കേടുന്നു, ചൂട് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഇടുന്ന ആ ഒരു ചൂട് കറക്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാലെണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കും. ഈ പത്തിരി ചുടുന്നത് വാട്ടിൽ കുഴക്കൽ പിന്നെ അമർത്തി അത് ചുടുന്നത് വരെ കറക്റ്റായെങ്കിൽ മാത്രമേ നല്ലൊരു പത്തിരി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചുടുന്ന പ്രോസസ്സ് പറയുകയാണെങ്കിൽ ആ ഒരു ഇട്ട സമയത്തിന് ഇതിന് മുകളിൽ ചെറിയൊരു ആവി വരുന്നില്ലേ, ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് പോർഷൻ മറിച്ചിട്ട് കൊടുക്കണം. ഈ മറിച്ചിടുന്നതാണ് നമ്മളെ ഫസ്റ്റത്തെ കറക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പെട്ടെന്ന് മറിച്ചിട്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ മറിച്ചിലിന് നമ്മൾ കുറച്ച് നേരം വേവിക്കാൻ വെക്കുമ്പം നല്ല പോലെ പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ ഈ ഫസ്റ്റത്തതിലൊന്നും ചിലപ്പോൾ ഒക്കെ മറിച്ചിട്ടിട്ടുണ്ടോ ഒന്ന് മറന്നു പോകും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ താളം തെറ്റി മറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കറക്റ്റ് അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ഫസ്റ്റ് മറിച്ചിട്ട് രണ്ടാമത്തെ കുറച്ച് ടൈം ഇട്ടതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് തിരിച്ചിടുമ്പം അതിങ്ങനെ പൊന്തിങ്ങനെ വരും, അതിനുള്ളിൽ വേവൊക്കെ ആയിട്ട്. പക്ഷെ ആ പൊന്തി വരുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് എടുക്കൂല കേട്ടോ, കുറച്ചേരും കൂടി അവിടെ ഹോൾഡ് ചെയ്യും. കാരണം അതിൻ്റെ ഉള്ളൊന്ന് ശരിക്കും ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ പെട്ടെന്ന് അത് എടുക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നാലും കറക്റ്റ് വെന്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ വേവും. ഈ വെന്ത ഈ പത്തിരി ഉണ്ടല്ലോ, എടുത്ത പത്തിരി പെട്ടെന്ന് തന്നെ അതിന് മുകളിൽ വെക്കരുത്, ഒന്ന് വിടർത്തിയൊക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവി അതിൽ തട്ടാണ്ട് പിന്നെ കുറച്ച് നേരം വെച്ചാൽ മതിയല്ലോ. ഇത് 4 വിടർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പത്തിരി ഇടുന്ന സമയത്ത് ഇത് നേരെ കാസറോളിൽ ഇടുക, എന്നിട്ട് ഇത് ആ ഒരു പാത്രത്തിലൂടെ ഇടുക. അങ്ങനെ ചെയ്താൽ നല്ല പത്തിരി ഇട്ടിടുക, അല്ലെങ്കിൽ ഇങ്ങനെ താഴത്തുള്ള പൊതിർന്നു പോകും.